Hi, dear students. Welcome back to another video lecture series of cost accounting. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൽ പ്രധാന കണ്ടൻറ്റ് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്. ഈ മൂന്ന് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂന്ന് കണ്ടൻറ്റാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മീൻസ് the element which leads to cost of an output, which means whenever we produce a particular product or goods, there is a cost per unit which consists of due to different elements. It may be material, labor, expenses. ഇപ്പോൾ 10 രൂപയുടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 10 രൂപ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് തുടങ്ങിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു കോസ്റ്റിൻ്റെ എലമെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്ന് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അതിൽ തന്നെ മെറ്റീരിയലിനെയും ലേബറിനെയും എക്സ്പെൻസിനെയും ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നായിട്ട് രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാവുന്നതാണ്. ദെൻ ലുക്ക് അറ്റ് ദി ചാർട്ട്. ഇതിലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെല്ലാം ചേർന്ന് ഓവർ ഹെഡ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഓവർ ഹെഡ്. ദെൻ ഈ ഓവർ ഹെഡ് മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോസ്റ്റിനെ എലമെൻറ്റ് ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പിക്ചോറിയൽ അല്ലെങ്കിൽ ഒരു ചാർട്ട് വൈസ് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ആദ്യത്തേത് ഫസ്റ്റ് എലമെൻ്റാണ് മെറ്റീരിയൽ. This is the basic substance used for producing the product. It may be direct material or indirect material. അപ്പോൾ നമ്മൾ ഏതൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്സ്റ്റാൻസ്, വസ്തു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളതാണ്. ഈ മെറ്റീരിയലിന് തന്നെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം ആദ്യം. ദ മെറ്റീരിയൽസ് വിച്ച് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആൻഡ് ആർ ഈസിലി ഐഡൻറ്റിഫയബിൾ in the finished product are called direct materials. Example, cloth in shirt, paper in books, wood in furniture are examples of direct material. ഈ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ഷർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലോത്താണ്. ഒരു ബുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പറാണ്. ഒരു ഫർണിച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് മെറ്റീരിയൽ എന്നതിൻ്റെ വുഡാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫർണിച്ചറിൽ നിന്ന് വുഡ് എത്ര വേണം, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് എത്ര വുഡ് വേണം എന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും വുഡിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഒരു ബുക്ക് 200 പേജുള്ള ഒരു ബുക്ക് ഇത്ര രൂപ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ പേജിൻ്റെയും ഓരോ പേപ്പർ ആണ് എന്ത് ഇവിടുത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ആ പേജിൻ്റെ എണ്ണത്തിനോ അല്ലെങ്കിൽ പേജിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചോ പേജിൻ്റെ പ്രൈസിനനുസരിച്ചായിരിക്കും ബുക്കിൻ്റെ വില എന്ത് ചെയ്യപ്പെടുന്നത്
കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എത്ര മീറ്റർ തുണി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ദ മെറ്റീരിയൽ വിച്ച് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊഡക്ഷൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺവേർഷൻ പ്രോസസ്സിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യപ്പെട്ട് ഫിനിഷ്ഡ് ഔട്ട്പുട്ട് അഥവാ പ്രൊഡക്റ്റാക്കി മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അപ്പോൾ മെറ്റീരിയലാണ്, പക്ഷെ എന്തല്ല ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. അതർ മെറ്റീരിയൽ വിച്ച് ഈസ് ആൻഷ്യലറി ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എനി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് കനോട്ട് ബി കൺവീനിയൻ്റ്ലി അസൈൻഡ് ടു സ്പെസിഫിക് ഫിസിക്കൽ യൂണിറ്റ്സ് ഈസ് called indirect material. For example, printing in stationery, scissors used in cutting cloth for shirts, nails in shoes or furniture. ഇതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം മെറ്റീരിയൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് ഡയറക്റ്റ് മെറ്റീരിയൽ. പക്ഷേ അവിടെ ആണി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് പ്രധാന ഘടകമല്ല, പക്ഷേ പ്രൊഡക്ഷന് ആക്സിലറി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ ആവശ്യമല്ല, പക്ഷേ എന്താണ്, പ്രൊഡക്ഷന് ആവശ്യവുമാണ്. അപ്പോൾ ഭൂരിഭാഗം ആ ഒരു പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ മെജോറിറ്റി പോർഷനും എന്ത് ചെയ്യില്ല, ഈ ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതർ മെറ്റീരിയൽ വിച്ച് ഈസ് ആൻഷിലറി ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എനി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് കനോട്ട് ബി കൺവീനിയൻ്റ്ലി അസൈൻഡ് ടു എ സ്പെസിഫിക് ഫിസിക്കൽ യൂണിറ്റ്സ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ നോക്കാം, ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് സിസർ വേണം, പക്ഷേ പ്രധാന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തുണിയാണ്. അപ്പോൾ ഷർട്ട് ഉണ്ടാക്കുന്നതിന് പ്രധാന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലോത്താണ്, പക്ഷേ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ സിസർ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും കോസ്റ്റ് കണ്ടെത്താനും കഴിയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും അല്ലാത്തതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ് എന്ത്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വൺ ലേബർ എന്നുള്ളത് നമ്മൾ സർവ്വസാധാരണമായി നമ്മുടെ നിത്യോപയോഗത്തിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് ലേബർ എന്ന് പറയുന്നത്. Labor refers to the human effort needed for conversion of material into finished goods. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് മനസ്സിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലൊരു കൺവേർഷൻ പ്രോസസ്സ് മനസ്സിലുണ്ടാവും. ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്ന മെഷീനുകളിലൂടെ പോയിട്ട് ഫിനിഷ്ഡ് പ്രോസസ്സ് ഔട്ട്പുട്ട് ആവുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നത്, അതായത് മെഷീനറിയെ ഹെൽപ്പ് ചെയ്യണം, മെഷീന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്ന മാനുവലായിട്ട് കായികമായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും ആയിരിക്കാം. അപ്പോൾ ഇമോഷണലോ അല്ലെങ്കിൽ ആയിട്ടുള്ള വർക്കും അവർ ചെയ്യാം എന്നുള്ള, പക്ഷേ എന്തായിരിക്കും ഹ്യൂമൻ എഫേർട്സ് നീഡഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ കൺവേർഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ളതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഈ ലേബറും എന്താവാം, ഡയറക്റ്റ് ലേബറോ ഇൻഡയറക്റ്റ് ലേബറോ ആവാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഡയറക്റ്റ് ലേബർ എന്നുള്ളത്. ഡയറക്റ്റ് ലേബർ മീൻസ് വിച്ച് ടേക്സ് ആൻ ആക്റ്റീവ് ആൻഡ് ഡയറക്റ്റ് പാർട്ട് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി and can be directly correlated to any specific activity of production is termed as direct labor. റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കുന്നതിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു ലേബറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ അവിടെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന് അയാളെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ കൺവേർഷൻ പ്രോസസ്സിൽ കൃത്യമായിട്ട് ലേബറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ അത് ഡയറക്റ്റ് ലേബർ. അതുകൊണ്ട് തന്നെ ഇവരെ എന്തു പറയാം, പ്രോസസ് ലേബർ എന്നുള്ള സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാം, പ്രൊഡക്റ്റീവ് ലേബർ എന്നുള്ള സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാം, ഓപ്പറേറ്റിംഗ് ലേബർ താഴെ തടത്തിൽ കൺവേർഷൻ പ്രോസസ്സിൽ
ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ഓപ്പറേറ്റിംഗ് ലേബർ എന്ന രൂപത്തിൽ ഉപയോഗിക്കാം. മാനുഫാക്ചറിങ് ലേബർ എന്നുള്ള കൺസെപ്റ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഡയറക്റ്റ് ലേബർ. ദെൻ അല്ലാത്ത ലേബേഴ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയാം. എംപ്ലോയീസ് ഹു ഡു നോട്ട് ഡയറക്റ്റ്ലി ടേക്ക് പാർട്ട് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ് and whose cost cannot be identified with the individual cost center and are included under indirect labor. കൃത്യമായിട്ട് അസസ് ചെയ്യാനോ അവരുടെ കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് അളക്കാനോ കഴിയുന്നില്ല എങ്കിൽ, അവരുടെ കോസ്റ്റ് എത്രയാണെന്ന് അളക്കാൻ കഴിയുന്നില്ല, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയപ്പെടുന്നു. അവരെന്തില്ല? ദേ ആർ നോട്ട് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ ടു ദി production process, but they are required or their help is required, their work is required, but not directly engaged in conversion process of raw material into finished goods. For example, salary of foreman, salesman and directors are some of the examples of indirect labor. They cannot directly influence the production process. They cannot alter the construction, composition or condition of the product. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് കൺസ്ട്രക്ഷനുമായിട്ടോ കമ്പോസിഷനുമായിട്ടോ ആൾട്ടർ ചെയ്യുന്നതിനുള്ള യാതൊരു പവറോ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കോ അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ള. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് ലേബർ. ലേബർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ദെൻ തേർഡ് വൺ, എക്സ്പെൻസസ്. Expenses simply means it is the cost incurred in the production process but not included under material, labor are generally expenses. എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻകേർഡ് ആയിട്ടുള്ള എക്സ്പെൻസാണ്, കോസ്റ്റാണ്. പക്ഷേ എന്തല്ല, മെറ്റീരിയലോ ലേബറോ അല്ലാത്ത മറ്റെല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്താ പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അതെന്തായിരിക്കാം? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നേരിട്ട് ചിലവഴിക്കപ്പെടുന്ന കോസ്റ്റ്. അതെന്തല്ല, ലേബറുമല്ല മെറ്റീരിയലുമല്ലാത്ത പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൽ നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് അനുഭവവേദ്യമാകുന്ന എക്സ്പെൻസ് ആയിരിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ചാർജബിൾ എക്സ്പെൻസസ്. ദീസ് ആർ എക്സ്പെൻസസ് വിച്ച് ക്യാൻ ബി ഡയറക്റ്റ്ലി, കൺവീനിയൻ്റ്ലി ആൻഡ് ഹോൾലി അലോക്കേറ്റഡ് ടു എ സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇത്ര കോസ്റ്റിൽ, ഇത്ര യൂണിറ്റിൽ അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം, ഇത്ര ലിറ്റേഴ്സ് പർട്ടിക്കുലർ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ബട്ട് അതർ ദാൻ ലേബർ ഓർ മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓൾ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒരുപാടുണ്ട്, ശ്രദ്ധിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത മറ്റെല്ലാ എക്സ്പെൻസും നമുക്ക് എന്താ പറയാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. ദെൻ നമ്മൾ ആ ചാർട്ടിൽ കണ്ടിരുന്നു ഓവർ ഹെഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിരുന്നു. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ഇതെല്ലാം കൂടി ചേരുമ്പോഴായിരുന്നു എന്ത് പറഞ്ഞിരുന്നത്? ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പീപ്പിൾ ജനറലി യൂസ് ദ ടേം ഓവർ ഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സിനോണിമസ്ലി. സാധാരണയായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും ഓവർ ഹെഡിനെയും ഒരുപോലെ അല്ലെങ്കിൽ ഒരേ കൺസെപ്റ്റാണെന്ന രൂപത്തിലാണ് എല്ലാവരും പറഞ്ഞു തരാറ്. പക്ഷേ ആക്ച്വലി ബോത്ത് ദീസ് ആർ ഡിഫറെൻറ്റ്. ഇത് രണ്ടും എന്താണ്? വ്യത്യസ്തമാണ്. ഓവർ ഹെഡ്സ് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ കൺസെപ്റ്റാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെ ചുരുങ്ങി നിൽക്കുകയാണ്. ഓവർ ഹെഡ്സ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ബിസൈഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ചേരുമ്പോഴേ ഓവർ ഹെഡ്സ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഫാക്ടറി ഓവർഹെഡ് ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവർഹെഡാണ്, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഓവർഹെഡാണ്, പ്രൊഡക്ഷനുമായിട്ടുള്ള ഓവർഹെഡാണ്. ഓക്കെ. ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി ഫോർ ഇറ്റ്സ് സ്മൂത്ത് ഫങ്ഷനിങ് ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഹിയർ.
ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ അല്ലാത്ത എല്ലാ എക്സ്പെൻസിനെയും എന്തു പറയും? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയും. റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ്, പവർ എക്സെട്ര, ഇതൊക്കെ എന്താണ്? പ്രൊഡക്ഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്തല്ല, ഡയറക്റ്റ് മെറ്റീരിയലിലോ ഡയറക്റ്റ് ലേബറിലോ വരാത്ത എക്സ്പെൻസസുകളും ആണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻസസ് പെർട്ടൈനിങ് ടു ദി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബിസിനസ്. അതായത് ഈ ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൻസിലറി സർവീസസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഓക്സിലറി സർവീസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതിന് ഇത്തരത്തിലുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് എൻവിയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം. റെൻറ്റ് ഓഫ് ഓഫീസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി, ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ള. അപ്പോൾ അതെന്തല്ല, പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും എല്ലാം ചേരുന്നതാണെന്ത്? ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇതെന്തിനായിരിക്കാം? മാർക്കറ്റ് ചെയ്യുന്നതിന്. പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഗുഡ്സ് മാനുഫാക്ചറർ നിന്നും വെയർഹൗസിലോട്ടും, വെയർഹൗസിൽ നിന്ന് ഹോൾസെയിലറിലോട്ടും, ഹോൾസെയിലറിൽ നിന്നും റീറ്റെയിലറിലേക്കും, റീറ്റെയിലറിൽ നിന്ന് കൺസ്യൂമറിലേക്കും എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പ്രോഫിറ്റ് ഏരിയ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു മാനുഫാക്ചറുടെ കയ്യിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടി വരും. അതിനെല്ലാവരും ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ദീസ് ആർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മാർക്കറ്റിംഗ് ഓഫ് എ കമ്മോഡിറ്റി, for securing orders for the articles, dispatching goods sold, and for making efforts to find and retain customer. കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ച് ആളുകൾ കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്നതിനും അവരുടെ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതിനും അതിനുശേഷം കസ്റ്റമേഴ്സിനെ റിറ്റൈൻ ചെയ്യുന്നതും വരെയുള്ള മഹത്തായ കാര്യങ്ങൾ, മാർക്കറ്റിങ്ങിൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വെച്ച് നടക്കാനുണ്ട് എന്നുള്ള. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ തുടങ്ങിയ കൺസെപ്റ്റുകളെ കുറിച്ചാണ്. ആദ്യം കോസ്റ്റ് യൂണിറ്റാണ്. കോസ്റ്റ് യൂണിറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ക്വാണ്ടിറ്റിയിലാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, ക്വാണ്ടിറ്റി ആവാം, അല്ലെങ്കിൽ ലിറ്ററിലാവാം, അതിൻ്റെ കിലോമീറ്ററിലാവാം, അല്ലെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ തന്നെ എക്സ്പ്രസ് ചെയ്യും കിലോഗ്രാമിലാവാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 1 കിലോമീറ്ററിന് ഇത്ര രൂപ, അടുത്ത സ്റ്റേജിന് ഇത്ര രൂപ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പാസഞ്ചേഴ്സിന് കിലോമീറ്ററിന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഇലക്ട്രിസിറ്റി കമ്പനികളാണെങ്കിൽ എത്രയാണോ നമ്മുടെ ഉപഭോഗം എത്രയാണോ കറണ്ടിൻ്റെ, അതിനനുസരിച്ചാണ് എന്ത്? ഇലക്ട്രിസിറ്റി. അപ്പോൾ അവിടെ കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ട്സ് തുടങ്ങിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ദെൻ പാലാണ് എങ്കിൽ ലിറ്റർ കണക്കിനാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ICMA ലണ്ടൻ, അതായത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ലണ്ടൻ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്? എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ്, സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻ ഓർ എക്സ്പ്രസ്ഡ്. എങ്ങനെയാണോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ലിറ്റർ കണക്കിനാണോ, കിലോഗ്രാം കണക്കിനാണോ, ടൺ ആണോ, മീറ്റർ കണക്കിനാണോ തുടങ്ങിയിട്ടുള്ള ഏത് രൂപത്തിലാണോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത്. ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് റിക്വയർ സെലക്ഷൻ ഓഫ് എ യൂണിറ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മളിതിന് ശേഷം ഈ കോസ്റ്റ് ഷീറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് പ്രോബ്ലമായിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ കോസ്റ്റ് യൂണിറ്റാണ് അവിടെ ഒരു പ്രധാനം. അപ്പോൾ കോസ്റ്റ് ഷീറ്റിലെല്ലാം നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് യൂണിറ്റിലായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുക. ₹5 per kilogram
₹20 per kilogram തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളിലായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ എക്സ്പ്രസ് ചെയ്യപ്പെടുക എന്നുള്ളത്. ദ ക്വാണ്ടിറ്റി അപ്പോൺ വിച്ച് ദ കോസ്റ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി അലോക്കേറ്റഡ് ഈസ് നോൺ ആസ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ഏത് രൂപത്തിലാണോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് എന്ത് വരുന്നത് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തടിയാണെങ്കിൽ ടിമ്പർ കണക്കിന് അല്ലേ, ക്യൂബിക് ആയിട്ടുള്ള കണക്കിന് ടിമ്പറിൻ്റെ ക്യൂബിക് കണക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ ഓരോന്നിനും എന്തുണ്ട് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ കോസ്റ്റ് സെൻറ്റർ അതായത് ഒരു കോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ആ കോസ്റ്റ് എവിടെ നിന്ന് വന്നു, എത്രയാണ് ആ കോസ്റ്റ് തുടങ്ങിയുള്ള കൃത്യമായ കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റോ പേഴ്സണോ ലൊക്കേഷനോ ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനേഷൻ. അക്കോർഡിംഗ് ടു ICMA, കോസ്റ്റ് സെൻറ്റർ മീൻസ് എ ലൊക്കേഷൻ, person or item of equipment or group of these for which cost may be ascertained and used for the purpose of cost control. കോസ്റ്റ് കണ്ടെത്തുന്നതിനും കൺട്രോൾ ചെയ്യപ്പെടുന്നതിനും ഒരു ലൊക്കേഷനോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഇതെല്ലാം ചേരുന്ന ഒരു സിസ്റ്റം ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവാം, ഒരു സബ് ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആവാം, മെഷീനറി ആവാം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവാം. അപ്പോൾ കോസ്റ്റ് കണ്ടെത്തുന്നതിനും കൺട്രോൾ ചെയ്യപ്പെടുന്നതിനും ഒരു ലൊക്കേഷനോ പേഴ്സണോ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഇതെല്ലാം ചേരുന്ന ഒരു സിസ്റ്റമോ ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയപ്പെടുന്നത്. ദെൻ അനദർ വൺ പ്രോഫിറ്റ് സെൻറ്റർ. ഇതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റ്. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് a business unit or a department within an organization that generates revenue and profits or losses. Here both the inputs and outputs are measured in monetary terms, and accounting for both cost and revenue results in automatic computation of profit with respect to this center termed as profit center. അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുഡ്സും അതിന് വന്നിട്ടുള്ള കോസ്റ്റും then it is compared with its sales value, that is revenue, then make the differences, that is either profit or loss. Generally it is profit. ആ പ്രോഫിറ്റ് എത്രയാണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിനുള്ള ഒരു സെൻറ്റർ ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏതൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലും നമുക്കറിയാം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നു, അതിലുള്ള എല്ലാ കോസ്റ്റ് എലമെൻറ്റും ചേർന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നു, പാക്കിംഗ് ലേബലിംഗ് എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നത് വരെയുള്ള ഒരു കോസ്റ്റ് കൃത്യമായി കോസ്റ്റ് അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ സാധനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നുണ്ട്. മാർക്കറ്റിൽ നീഡി പീപ്പിൾസ് വിൽ പർച്ചേസ് ദ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതിനുശേഷം അതിൽ നിന്നുള്ള റവന്യൂ, ദാറ്റ് ഈസ് സെയിൽസ് റവന്യൂ കിട്ടുന്നുണ്ട്. ഇവ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടോ, ആ പ്രോഫിറ്റ് എത്രയാണെന്നുള്ള കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സെൻറ്ററാണ് എന്ത് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത്. താങ്ക് യു.